ശോഭേ, രഘു ലൈറ്റ് ഇടൂ. ശ്വാസം നിന്ന് പോയല്ലോ. ചെറിയൊരു ജോക്ക്, നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്ത് രഘുവിനെ വേദനിപ്പിച്ച പോരെ? ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. എന്തൊരു നിലവിളിയായിരുന്നു, ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. ഓർഡർ ഓർഡർ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. That's it. You are correct. The court is adjourned. Now to the bar room. അയ്യോ മോളെ, വരവരെ ആയില്ല. മോളെ, നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിനും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിലൊഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയാമോ? അച്ഛാ, എപ്പോഴാച്ചാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാച്ചാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിനു ശേഷം. എപ്പോഴാച്ചാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? മോളെ, ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്. അച്ഛനൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നുമോളല്ലേ? എന്റെ പൊന്നു ഡാഡിയല്ലേ. കേസ് ജയിച്ചതിന് പ്രസന്റ് ആയെങ്കിലും ഒരവൺസോട് കൊടുക്കുമോളെ. ഞാൻ അച്ഛന് ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗിന്ന് ഒരു പെഗ് ഇന്ന് താ. നാളെ കുറച്ച് വന്നാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രീംസ്. കമാൻ കമാൻ, ചോറണ്ണ. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. പതുക്കെ പറ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താടാ? എന്റെ കണ്ണ് നീറുന്നു, മക്ക കാണുന്നില്ല. ആ, നീറട്ടെ. ചേച്ചി, അങ്ങനെ തന്നെ വേണം. പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോടാ. കണ്ണ് നീറുന്നു ചേച്ചി. ആ, ഇരിക്കും. എടാ, പരീക്ഷയ്ക്കുള്ള പാഠമെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ? അത് പഠിച്ചോന്ന്. ബുദ്ധിയുള്ളത് പഠിക്കില്ലേ ചേച്ചി? പിന്നെ ഓടിച്ചു തന്നെ. രഘു, രഘു. നാണമില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ. കാപ്പി കുടിക്കാമോ? ഇതാ. ശോഭ കുടിക്ക. രഘു കുടിക്ക. എന്താണ് അവിടെ ശബ്ദം? അമ്മ, കാപ്പി കയ്യിൽ നിന്ന് വീണതാമേ. നീ എന്തിനാണ് കാപ്പി എഴുന്നള്ളിച്ചുകൊണ്ട് കൊടുക്കുന്നത്? ഇവിടെ
കുടിച്ചുകൂടെ? സാരമില്ല, അങ്ങോട്ട് ചെല്ലേ പോ. പിന്നെ വരെ. ഡാഡി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. മന്ത്രിസഭ പൊളിയുന്നു, ഭരണമുന്നണിയിൽ അങ്കലാപ്പ് എന്ന് വെച്ചാൽ കാലുമാറ്റത്തിന് വില കൂടുന്നു എന്നർത്ഥം. മന്ത്രിസഭ വന്നന്ന് മുതൽ ദാ പൊളിയുന്നു പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് രാഷ്ട്രീയം ചാലക്കമ്പോളം പോലെയായി. വില കൊടുത്താൽ എന്തും വാങ്ങിക്കാം. ഒരൊറ്റ ദിവസം ഈ മന്ത്രിസഭ എന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? എല്ലാം ശരിപ്പെടുത്തി കൈ കൊടുക്കാം. അതല്ലേ മോളെ അവര് എന്നെ നിന്നെ ഏൽപ്പിക്കാത്തത്. വേണമെങ്കിൽ നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അമ്മയുള്ളത് കൊണ്ടാ ഈ നാട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം പിന്നെ മതി ഡാഡി. വേഗം കാപ്പി കുടിച്ചിട്ട് കോർട്ടിൽ പോകാൻ നോക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. ഇത് ചീര, കോസ്, പിന്നെ ഇത് ഡാഡിക്ക് പാവയ്ക്ക. ഈ പടവലങ്ങി അമ്മയ്ക്ക് അലർജി അല്ലേ? വഴുതണങ്ങിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇങ്ങതാ, ഈ പെണ്ണ് വായിക്ക് രുചിയായിട്ട് ആരും ഒന്നും തിന്നാൻ വിടത്തില്ല. നിനക്കൊരുത്തം വരുമ്പോഴേ നീ പഠിച്ചോളൂ. ആര് വന്നാലും ഞാൻ വരച്ച വരെ നിർത്തും. അതിന് ആണുങ്ങളെ കിട്ടത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഡാഡിയെ കിട്ടിയതോ? മീനാക്ഷി, മീനാക്ഷി, എന്താ ഡാഡി? എന്റെ കോട്ട് കാണുന്നില്ല മോളെ. ദാ ഈ കിടക്കുന്നത് പിന്നെന്താ? താങ്ക് യു. ഡാഡി, എനിക്കൊരു വലിയ സംശയം. ഇത്രയും മറവിയുള്ള ഡാഡി എങ്ങനെയാ ഈ കേസ് ബാധിച്ച് ജയിക്കുന്നത്? അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ നിലയിൽ കഴിയണോ മോളെ? ഒരു നല്ല ബംഗ്ലാവുണ്ടോ, ഒരു കാറുണ്ടോ, എന്തോ കുന്തമുണ്ട്? ഏതായാലും അവസാനം പറഞ്ഞതില്ല. ഉള്ളത് കൊണ്ട് സന്തോഷമായി കഴിയണം. അതുകൊണ്ടാണ് അമ്മേ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഉത്തരവ്. രഘു, വരാൻ പോണ്ടേ? സമയമായി. വരാൻ. നീ എന്താടി കഥകളി മുദ്ര കാണിക്കുന്നത്? കോളേജിൽ പോകുന്ന അങ്ങോട്ടാണോ? അതല്ലേ അമ്മ ഇറങ്ങി പോകുന്നത്. നിങ്ങൾ കോർട്ടിൽ പോകുന്നോ അതോ മാർക്കറ്റിൽ പോകുന്നോ? നീ എന്താ മീനാക്ഷി അഡ്വക്കേറ്റ് വിശ്വനാഥനെ അങ്ങനെ അങ്ങ് വച്ചുകളഞ്ഞത്? ഈ കേസ് കെട്ടെടുത്തോ? ഓ, നിന്റെ മുഖം കണ്ടപ്പം വേണ്ടതും വേണ്ടാത്തല്ല ഞാനങ്ങ് മറന്നു. ഡാഡി, ഒരു ജൂനിയറിനെ വെക്കണം. ഞാൻ ആ പാവം അഡ്വക്കേറ്റ് കമലമേരിക്ക് വെച്ചതല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞയച്ചത്. വല്ല ആണുങ്ങളെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചാൽ എന്താ? ഒരു പെണ്ണായാൽ സിൻസിയറായി ജോലി ചെയ്യും, കാര്യങ്ങളൊക്കെ ചിട്ടയായി നടക്കും, അല്ലേ മോളെ? അതെ, ഡാഡിക്ക് ഒരു ഇൻസ്പിറേഷനും കിട്ടും, കക്ഷികൾ കൂടുതൽ വരികയും ചെയ്യും. കറക്റ്റ്, വെരി കറക്റ്റ്. മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? 10-20 കൊല്ലമായിട്ട് ഞാൻ കാണുന്നല്ലേ വക്കീൽ സാറിന് ഇൻസ്പിറേഷൻ. തൽക്കാലം ഉള്ളത് മതി. സമയമായി, പോയാട്ടെ. വാ മോളെ, നമുക്ക് പോവാം. നേരത്തെ വന്നോ? കള്ളം പറഞ്ഞിട്ട് ഒരവർ നേരത്തെ ക്ലാസ്സിൽ നിന്ന് പോകുന്നു. ഞാനും. എനിക്ക് തലവേദന, നേരത്തെ പോണോന്ന് വിലാസിനി ടീച്ചറോട് പറഞ്ഞതാ. എന്നിട്ട് പക്ഷേ എനിക്കൊരു അനാസം തന്ന എന്നെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി. വിലാസിനി ടീച്ചർക്കും അനാസം കൊടുത്തിരിക്കും, അവരുടെയും സാറ്. വീട്ടിലായാൽ അമ്മയെ ഭയന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒക്കൂ. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ലവേഴ്സിന് ദൈവം പോലും അറിയാതെ സംസാരിക്കാൻ ഇത്തരം സ്ഥലങ്ങൾ. കറക്റ്റ്, വെരി കറക്റ്റ്. ഞാൻ ആനന്ദം കൊണ്ട് എന്നെ തന്നെ മറക്കും. പക്ഷെ പെട്ടെന്ന് ഞാൻ ശോഭയുടെ അമ്മയെ ഓർക്കും. എന്നെങ്കിലും ഒരു ദിവസം അമ്മ എന്നെ പറഞ്ഞില്ല. Then fight and win. Come on. Love is blind. നമുക്ക് കണ്ണോടിച്ചുകൊണ്ട് സൈക്കിൾ ഓടിച്ചു പോവാം.
ദേ, നേരെ സന്ധ്യയായി. ശോഭ ഇതുവരെ കോളേജിൽ നിന്ന് വന്നില്ല. വന്നില്ല. ഈ മഴയും കാറ്റത്തും അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മഴയത്ത് കാറ്റത്തും ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? അതവളും ചെയ്യും. അതെങ്ങനെയാ? നിങ്ങളുടെ മനസ്സ് വേറെ എങ്ങാണ്ട. എങ്കിലും ആ കമലമ്മയ്ക്ക് ഇത് വരണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അഡ്വക്കേറ്റ് കമലമ്മയുമായി ഏതോ കാര്യങ്ങൾ നടന്നിരിക്കും. പല കാര്യങ്ങളും നടന്നു. ഒരു ബലാത്സംഗം. നിങ്ങളോ? കമലമ്മ ബലാത്സംഗം ചെയ്തോ? ഓ എടി ഭാര്യ, ഒരു ബലാത്സംഗ കേസ്. ഞാൻ പ്രതിഭാഗം, കമലമ്മ വാദിഭാഗം. എന്നിട്ട് കമലമ്മ തോറ്റു. കേസ് വിധി പറഞ്ഞ ശേഷം കമലമ്മ എന്നെ ഒരു നോട്ട മീനാക്ഷി. പ്രേമാഭിഷേക സിനിമയിലെ ശ്രീദേവി കമൽഹാസനെ നോക്കും. എന്റെ സപ്തനാടികളും തളർന്നു പോയില്ലേ? അയ്യോ, ഇടിയും മഴ. ശോഭ ഇതുവരെ എത്തിയില്ലല്ലോ. നീ പേടിക്കാതെ, രഘു കൂടെയില്ലേ? അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരുമോ? പിന്നെ വിവാഹപ്രായമായ പെണ്ണ, അവനെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം. മീനാക്ഷി, അവർ കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ. ആ സ്നേഹം മറക്കാൻ ഒക്കുവോ? കൊള്ളാം. തന്തയും തള്ളയില്ലാത്ത ഒരു അനാഥ ചെറുക്കൻ എന്റെ മകളെ സ്നേഹിക്കൂ? ഞാനാണ് അവന്റെ തന്തയും തള്ളയും. ഞാനാ ശോഭയുടെ തള്ള. എന്റെ മോളെ അന്തസ്സുള്ള ഒരു പണക്കാരന് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. മനുഷ്യ, നീ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ പട്ടിയുടെ നിലവാരത്തിലേക്കെങ്കിലും ഉയരും. ആരാ പട്ടി? ഒന്നുമില്ല, ഒരു മഹാൻ മനുഷ്യരെ പറ്റി പറഞ്ഞ ആപ്തവാക്യം ഓർത്തുപോയി, അത്രേ ഉള്ളൂ. അയ്യോ, എന്താ മോളെ മഴ നനഞ്ഞു വന്നത്? ഇതെന്താ മോളെ, നീ എവിടെ പോയിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു കുട്ടി. നീ പോയി തല തോർത്തി ഈ വേഷമൊക്കെ മാറ്റി വേഗം പോ. ഇതാ ഡാഡി ലാസ്റ്റ് പെഗ്. ഓ, നീ ലാസ്റ്റ് പെഗ് എന്ന് പറയുമ്പോ കുടിച്ചതിന്റെ സുഖം കൂടി അങ്ങ് പോകുന്നു. പിന്നെ ഇതങ്ങ് നിർത്തിയേക്കണം. മനുഷ്യനായാലും എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം വേണ്ടേ? രാഷ്ട്രീയം, മദ്യപാനം, ചൂതുകളി. എന്നാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ ചേർന്ന് കൂടായിരുന്നു. ഇപ്പൊ ഒരു മന്ത്രി ആയേനെ. പിന്നെ അമ്മ നാട്ടുകാരെ വിടുമോ? എല്ലാത്തിനും റേറ്റ് ഫിക്സ് ചെയ്യില്ലേ? ഒരു വർഷത്തിനകം 1 കോടി സമ്പാദിക്കും. ഇപ്പൊ പിന്നെ മാവേലി നാടുവാണിയുടെ കാലമല്ലേ? ദേ, പണ്ട് ഒരു കേസും ഇല്ലാതെ നിന്റെ അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഒരു തോമസ് ഇല്ലേ, ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ന് ലക്ഷം പ്രഭുവാ. ഈ അന്യായം കണ്ട് സഹികെട്ടല്ലേ എന്നെ പോലുള്ളവർ കുടിച്ചു പോകുന്നത്. ഈ വ്യവസ്ഥിതി മാറാൻ വേണ്ടിയെങ്കിലും ഒരു പെഗ് കൂടി അടിക്കും. വേണ്ട വേണ്ട, ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട. കൈ നല്ല ചൂടായിരിക്കുന്നല്ലോ. അത് നല്ല തീ പോലെ കൊള്ളുന്നു. ഡോക്ടറെ കാണിക്കാം. സാരമില്ലമ്മേ, മഴ നനഞ്ഞതുകൊണ്ടാകും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം ശരിയാകും.